മലയാളം മാർജിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന പുതിയ വീഡിയോയുമായിട്ടാണ്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഹോണ്ട അമേസിനെ പറ്റിയാണ്. പുതുപുത്തൻ ഹോണ്ട അമേസ് ആണ്. ഇതെൻ്റെ സ്വന്തം കാർ തന്നെയാണ്. ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ഒന്നും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിനെപ്പറ്റി ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബൈജു ചേട്ടനുമൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുപോലെ തന്നെ വണ്ടിപ്രാന്തനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ വീഡിയോ കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഈ വണ്ടി എടുക്കാനുള്ള കാരണവും അവരൊക്കെ തന്നെയാണ്. അപ്പം എൻ്റെ ആഗ്രഹം ഹോണ്ട അമേസ് എടുക്കുന്നതിനേക്കാൾ ഉപരി ഒരു മാരുതിയുടെ വണ്ടി എടുക്കുക എന്നതായിരുന്നു. പക്ഷേ എൻ്റെ പല കാരണങ്ങൾ കാരണം ഞാൻ ഹോണ്ട അമേസിലേക്ക് എത്തുകയും വണ്ടി എടുക്കാനിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞ് ഹോണ്ടയുടെ അമേസ് നല്ലത് ഇറങ്ങുന്നുണ്ടെന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ. അങ്ങനെ ഞാൻ ഹോണ്ട അമേസ് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാ ഒട്ടുമിക്ക വണ്ടി ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷമാണ് ഈ ഹോണ്ട അമേസിലേക്ക് എത്തുന്നത്. ഹോണ്ട അമേസിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് കാഴ്ചയിൽ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു റേഞ്ചിൽ, ഈ വില റേഞ്ചിൽ ഇതുപോലെ ഒരു ലുക്ക് തരുന്ന വേറൊരു വണ്ടി ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നി. ഡിസയർ ആണെങ്കിലും നല്ല വണ്ടിയാണെങ്കിലും ഡിസയറിനേക്കാൾ ഒരു പടി മുൻപിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഈ കാർ എടുത്ത് ഇപ്പോൾ 1 മാസത്തോളമായി. അപ്പം കാറിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഹോണ്ട അമേസ് 1.2 ലിറ്റർ പെട്രോൾ 5 ഗിയർ ട്രാൻസ്മിഷനാണ്. മാനുവൽ ട്രാൻസ്മിഷനാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഫ്രണ്ടിൽ നിന്ന് വ്യൂ ആണ്. ഹാലജൻ ലൈറ്റ്സ് ആണ്. പിന്നെ ഫോഗിലാണ്. ഇത് ടോപ്പ് എൻ്റെ മോഡലാണ്. VX മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഹാലജനല്ല ഫോഗിലാമ്പും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇത് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. നമുക്കൊന്നുകൂടെ സൈഡിൽ നിന്നുള്ള വ്യൂ കണ്ടതിന് ശേഷം ഫ്രണ്ട് വ്യൂയിലോട്ട് പോകാം. ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ അതിഭംഗിയായിട്ടുള്ള രീതിയിൽ തന്നെ ഹോണ്ട അമേസ് ചെയ്തിരിക്കുന്നു. പഴയ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ് അവർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എടുക്കാൻ പോകുന്നവർക്ക് ഒരു രീതിയിലുള്ള മടുപ്പും തോന്നുന്നില്ല. ഏറ്റവും നല്ല രീതിയിൽ തന്നെ വണ്ടി എടുക്കാൻ സാധിക്കും. നമ്മൾ വേറൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ എടുക്കാൻ സാധിക്കും. എൻ്റെ അഭിപ്രായമാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത്രത്തോളം ഭംഗിയും അത്രത്തോളം പെർഫോമൻസും എല്ലാം വണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ഫ്രണ്ട് ഹോണ്ടയുടെ ലോഗോ കൊടുത്തിരിക്കുന്ന ആ ബാർ നമുക്ക് കാണാം. ക്രോമിയം ഫിനിഷിൽ അതിഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഈ വണ്ടിയുടെ ഏറ്റവും ഭംഗി തോന്നുന്നൊരു ഭാഗമാണിത്, ഈ ഹോണ്ടയുടെ ലോഗോ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എവിടെ പോയാൽ പോലും വണ്ടി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലോഗോയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഹോണ്ടയുടെ. ഇപ്പോൾ സൈഡിലാണെങ്കിൽ തന്നെ മിററിൽ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ബോഡി കളർ തന്നെയാണ് മിററും എല്ലാം വരുന്നത്. പിന്നെ 15 ഇഞ്ച് വീൽസാണ്. ടോപ്പ് എൻ്റെ മോഡൽ VX മോഡലായതുകൊണ്ട് 15 ഇഞ്ചാണ്. പിന്നെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്ക് സൈഡ് ലാമ്പത്തേക്ക് ഡ്രം ബ്രേക്കും. പിന്നെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് C ഷേപ്പ് മോഡൽ ബ്രേക്ക് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതും ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിരിക്കുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും നമ്പർ പ്ലേറ്റിന് മുകളിലായിട്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാം. പിന്നെ മുകളിലായിട്ടൊരു ഷാർഫിൻ ആൻഡ് നമുക്ക് കാണാം. പിന്നെ VX മോഡൽ ടോപ്പ് എൻഡ് മോഡലാണ്. IVTEC എന്ന് പറയുന്നത് എഞ്ചിൻ്റെ നെയിമാണ്. പിന്നെ തൊട്ട് താഴെയുള്ള VAX അങ്ങനെ കുറേ മോഡൽ വരുന്നുണ്ട്. എല്ലാ വേരിയൻറ്റിലും പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. നല്ല പാർക്കിംഗ് സെൻസേഴ്സാണ്. പിന്നെ അമേസിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. സെൻട്രലായിട്ട് ഹോണ്ടയുടെ ഒരു ലോഗോയും കാണാം. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇത് പെട്രോൾ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ പെട്രോൾ ടാങ്കിൻ്റെ ഒരു ഓപ്പണിങ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാൽ തന്നെ അത്രത്തോളം ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിരിക്കുന്നു. അപ്പം നമ്മളെപ്പോലുള്ളവർ വണ്ടി എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സൊരു സന്തോഷമുണ്ട്. എടുത്തിരിക്കുന്ന വണ്ടി ഒരിക്കലും ഒരു പോരായ്മയുള്ള വണ്ടിയല്ല, എന്തുകൊണ്ടും നല്ലൊരു വണ്ടിയാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് തരുന്നുണ്ട് ഹോണ്ട അമേസ്. അതുകൊണ്ട് തന്നെ എത്ര ക്യാഷ് കൊടുത്തെടുത്താലും അത് നമുക്ക് നഷ്ടമായി തോന്നുകയില്ല. ഇത് എൻ്റെ ഒരു ഉറപ്പാണ്. ഞാൻ 1 മാസമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ പോലും എനിക്ക് വണ്ടിയെക്കുറിച്ച് ഒരുപാട് പഠിച്ചതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഇതെടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക. ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അത്രത്തോളം നല്ല വണ്ടിയാണ്. ഒരു ഫാമിലി വണ്ടിയായിട്ട് ഉപയോഗിക്കാം. അത് ഒരുപാട് പുള്ളിങ്ങൊക്കെ കിട്ടി ഒരുപാട് ഇതായിട്ട് ഉപയോഗിക്കേണ്ട ഉള്ളവർ എടുക്കാതിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. എന്നിരുന്നാൽ പുള്ളിങ്ങി നമുക്ക് ഇൻറ്റീരിയറൊക്കെ കൂടുതലൊന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇതാണ് ഇൻറ്റീരിയർ അറിയാം. യൂണിവേഴ്സലായിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ഈ ഡ്രൈവിംഗ് സൈഡിലെ ഡോറിലൊക്കെ വരുന്നത്. പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ മിറേഴ്സിൻ്റെ മോട്ടോഴ്സ് ഉണ്ട്. ഈ ചൈൽഡ് ലോക്ക് ഉണ്ട്.
പിന്നെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇത് എൻജിൻ ഓൺ ഓഫ് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് പെട്രോൾ 5 ഗിയർ ട്രാൻസ്മിഷനാണ്, മാനുവൽ ട്രാൻസ്മിഷനാണ്. അതിൻ്റെ പെഡൽസാണ് നമ്മൾ കാണുന്നത്. പിന്നെ അകത്തൊരു ലുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇതൊരു പ്രീമിയം ലുക്ക് തരുന്ന വണ്ടിയെന്ന്. എന്നുവെച്ചാൽ അത്രത്തോളം കാണാൻ തന്നെ ഭംഗിയാണ് അകവശം കാണാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രീമിയം ലുക്ക് തരുന്നു എന്ന് തന്നെ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അകത്ത് കയറിയിരുന്ന് ബാക്കി വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇതാണ് ഇതിൻ്റെ ക്ലസ്റ്റർ വ്യൂ. ഇതാണ് സ്റ്റിയറിംഗ് ആണെങ്കിൽ തന്നെ നമുക്ക് കംഫോർട്ടായിട്ട് നല്ല രീതിയിൽ ബാലൻസിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു സ്റ്റിയറിംഗ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, വോളിയം കൺട്രോൾസ്, കോൾ അറ്റൻഡിങ്, ക്രൂസ് കൺട്രോൾ, പിന്നെ ഡ്യുവൽ ഹോണാണ് വരുന്നത്. എല്ലാം അതിൽ സ്റ്റിയറിംഗ് വീലിൽ തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാലത്തെ കൂട്ടല്ല. നമുക്ക് പുതിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അത്രത്തോളം ഫെസിലിറ്റി ആണ് വരുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ വോയിസ് ഒന്ന് സൗണ്ട് ക്ലാരിറ്റിയൊക്കെ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഇതാണ് ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി. ഒരു നമുക്ക് തിയേറ്റർ ഫീലൊക്കെ തരുന്ന അത്രത്തോളം നല്ലൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് അവർ കൊടുത്തിരിക്കുന്നത്. വേണ്ട സ്റ്റിയറിംഗ് വീലിൽ നിന്ന് അവിടെ കൈ വെച്ചിരിക്കുന്നില്ലേ, അവിടെ പിടിച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അതിനായിട്ടുള്ള പ്രത്യേക രീതിയിൽ അവർ ചെയ്തിരിക്കുന്നു. ക്രൂസ് കൺട്രോളും പിന്നെ ഞാൻ പറഞ്ഞ പോലെ വോളിയം കൺട്രോളും പിന്നെ നെക്സ്റ്റ് സോങ് മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യാം. പിന്നെ കോൾ അറ്റൻഡിങ്ങിൻ്റെ എല്ലാം അതിനകത്ത് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻസ് സ്വിച്ചസ് ഒക്കെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലൂടെ ശ്രദ്ധ പോകാതെ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇത് എയർ ബാഗിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിൻ്റെ അവിടെ ഒരു എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ഹോണാണ് ടോപ്പിൻ്റെ മുകളിലായതുകൊണ്ട്. ഇതാണ് നമുക്ക് അനലോഗ് കാണാം. ഒരു റൈറ്റ് സൈഡിൽ സ്പീഡിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ RPM ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെൻട്രലായിട്ടൊരു ചെറിയ ഡിസ്പ്ലേ ഉണ്ട്. അതിൽ നമുക്ക് ഫ്യൂവൽ എത്രത്തോളം ഉണ്ട്, എത്ര മൈലേജ് കിട്ടുന്നു, എത്രത്തോളം കിലോമീറ്റർ പോകും എന്നുള്ള അതിനകത്ത് കാണിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ടൊരു AC ആണ്. നല്ല ഒരു AC ആണ്, പെട്ടെന്ന് കൂളാകുന്ന ഗ്ലൗ ബോക്സ് ആണ്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡ് ഡോറിലോട്ട് വരുമ്പോൾ തന്നെ പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് ഉണ്ട്. പിന്നെ 4 ഡോർസിലുമായിട്ട് സ്പീക്കേഴ്സ് ഉണ്ട്. 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീൽ അവിടുത്തെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മുടെ ഇത് മിറർ എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. വാനിറ്റി മിറർ ഉണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്. റൈറ്റ് സൈഡിൽ വാനിറ്റി മിറർ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ കാറ് നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ഭംഗിയുള്ളൊരു കാർ, അത്രത്തോളം ഫീച്ചേഴ്സ് ഉള്ളൊരു കാറാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്യുവൽ ഹോണാണ്. ഇത് എയർ ബാഗ്സിൻ്റെ ആണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു എയർ ബാഗ്സ് ഉണ്ട്, കോ ഡ്രൈവറിൻ്റെ അവിടെ 2 എയർ ബാഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ EVD ഉണ്ട്, ABS ഉണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിലെ കാഴ്ചകൾ കാണാം. ഇതാണ് ബാക്ക് സൈഡ്. അത്രത്തോളം സ്പേസ് തന്നിട്ടുള്ളൊരു ബാക്ക് സൈഡാണ്. പാഴ്സൽ ട്രേ ആണ് ബാക്ക് സൈഡ്. വലിയൊരു പാഴ്സൽ ട്രേ തന്നെ ഉണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ തന്നെ നല്ല അതിയായിട്ടുള്ളൊരു പ്രീമിയം ലുക്ക് തരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് സീറ്റ് പുറകിലോട്ട് ഇറക്കിയിട്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഒരുപാട് സ്പേസ് ഇടും. ഞാനൊരു 6 അടിയോളം ഹൈറ്റുള്ള ഒരാളാണ്. എന്നിട്ട് പോലും ഇത്രത്തോളം സ്പേസ് ഇടുന്നുണ്ട്. ലെഗ് സ്പേസും ഹെഡ് റൂമും ഒക്കെ ഒരുപാടുണ്ട്. ഒരു സെഡാൻ മോഡൽ കാർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് തന്നെ ഒരു ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 പേർക്ക് ഇരിക്കാവുന്ന ഏറ്റവും വലിയൊരു സീറ്റാണ്. ഈ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും സുഖകരമായ സീറ്റിംഗ് കൊടുത്തിരിക്കുന്ന ബാക്ക് സൈഡിലാണ്. അത്രത്തോളം സുഖകരമാണ് ബാക്കിലെ സീറ്റിംഗ്. നമുക്ക് എത്രത്തോളം ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ളൊരു തോന്നൽ തരുന്നുണ്ട്. പിന്നെ സെൻട്രലായിട്ടൊരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാറായി ഇത് മാറിയിരിക്കുന്നു. അത്രത്തോളം നല്ല ഫീച്ചേഴ്സും അത്രത്തോളം നല്ലൊരു കാറായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കാനിരിക്കുന്നവർ മാക്സിമം ഇതെടുക്കാൻ ശ്രമിക്കുക. വേറൊരു വണ്ടിയിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത്രത്തോളം നല്ലൊരു വണ്ടിയാണ്. സെൻട്രലായിട്ട് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചായിരുന്നു. അകത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. അതിഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു.
അത്രത്തോളം നല്ല വ്യൂ കൊടുത്തിട്ടുണ്ട്. ഈ ബൈക്കിൽ നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം, എത്രത്തോളം ബൂട്ട് സ്പേസ് ഉണ്ടെന്ന്. 410 ബൂട്ട് സ്പേസാണ്. വിശാലമായ ഷോറൂം എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലഗേജും ലോങ് ഡ്രൈവും ഒക്കെ നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വണ്ടിയുടെ കീയെക്കുറിച്ചൊക്കെ പറയണമല്ലോ. കീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാമല്ലോ, റിമോട്ട് കൺട്രോളത്തെ കീ ആണ് ഇപ്പം നമ്മുടെ ഈ വരുന്നത്. ഇപ്പോൾ എല്ലാ വണ്ടികളും പോലെ കീലെസ് എൻട്രിയാണ് എല്ലാ വണ്ടികൾക്കുള്ളത്. ഈ കീയിലാണ് നമുക്ക് കീ ഇതാകുന്നില്ല എങ്കിൽ ഇതിൽ നമുക്ക് ചാവി വലിച്ചൂരിയിട്ട് അതുകൊണ്ട് നമുക്ക് മാനുവലി അൺലോക്ക് ചെയ്ത് അകത്ത് കയറാവുന്നതാണ്. അപ്പോൾ ഈ കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ ഈ സെൻസറാണ്. നമുക്ക് ഈ ഡോർ ഹാൻഡിൽ കൈ വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആകുന്നതാണ്. നമ്മൾ കൈ അങ്ങനെ വെച്ചാൽ മാത്രം മതി, അൺലോക്ക് ആയി തീരുന്നതാണ്. ഇപ്പോൾ എല്ലാ വണ്ടിയിലും വരുന്ന ഇതാണ്, ഫെസിലിറ്റീസാണ്. പിന്നെ അതിലൊരു ബട്ടണും കൊടുത്തിട്ടുണ്ട്, അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ അൺലോക്കും ആകും. ഇപ്പോൾ കീ നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെന്ന് മാത്രം, അല്ല കീ നമുക്ക് ആവശ്യത്തിന് പുറത്തെടുക്കേണ്ട ആവശ്യം മാത്രമില്ല, നമ്മുടെ കൈ വെച്ചിരിക്കുക എന്ന് മാത്രം. അപ്പോൾ ഈ വണ്ടി എടുക്കാനിരിക്കുന്നതിനോട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം എടുക്കാൻ താല്പര്യമുള്ള എടുക്കുക. വേറൊരു വണ്ടിയെക്കുറിച്ച് ചിന്തിച്ച് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആകാതെ എടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് എടുക്കുക. അത്രത്തോളം നല്ലൊരു വണ്ടിയാണ്. പിന്നെ ഒരുപാട് പുള്ളിങ് ഒക്കെ വേണം, നല്ലപോലെ ചാടി കുതിച്ച് ചാടിയൊക്കെ പോകണമെന്നൊക്കെ ഉള്ളവർ മാക്സിമം ഇത് എടുക്കാതിരിക്കുക. ഇത് ഫാമിലിയായിട്ട് ഏറ്റവും സുഖകരമായിട്ട് നല്ല രീതിയിൽ യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വാഹനമായിട്ട് കാണുക. അത്രത്തോളം ഭംഗിയുള്ളൊരു വാഹനം, അത്രത്തോളം യൂസ്ഫുള്ളായിട്ടുള്ളൊരു വാഹനമാണ്. അപ്പം എന്നിരുന്നാൽ പോലും ഒരുപാട് നിങ്ങൾക്ക് ഇത് നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി ബെല്ലൈക്കനൂടെ ഇനേബിൾ ചെയ്യുക. ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. അപ്പം അടുത്ത ഒരു നല്ലൊരു വീഡിയോയുമായി ഉടനെ ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.